മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരു യുവതി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനത്തിൽ, ഉദയഭാരതത്തിന്റെ പ്രവർത്തനത്തിൽ, ഭാരതീയ പൈതൃകത്തിന്റെ പ്രവർത്തനത്തിൽ, അതേപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രവർത്തനത്തിൽ ശരിക്ക് ഇന്റലക്ച്വലി ജീവൻ മരണ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊരു ഇമെയിൽ എനിക്ക് അയച്ചിട്ടുണ്ട്. അതിൽ അവരുടേതായിട്ടുള്ള ശൈലിയിലാണ് ഞാനതൊന്ന് വായിക്കാം. ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറവുകളോ കൂടുതലുകളോ വികാരങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ എടുക്കണ്ട. ആ കണ്ടന്റ് മാത്രം ഒന്ന് എടുക്കാം. ഈ നിമിത്ത മാത്രം ഭവ എന്ന് ഞാൻ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ആരംഭത്തിലെ പോയിന്റിൽ പറഞ്ഞതുപോലെ, വെറുതെ ആ നിമിത്തം മാത്രമായി ഒരാൾ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിയിലുണ്ടാവുന്ന ആവേശവും അഭിമാനവും ഈ ലക്ഷ്മി കാണത്തെ എന്ന് പറയുന്ന കുട്ടിയുടെ ഇമെയിലിലുണ്ട്. അതെനിക്കൊരു ആവേശകരമായി തോന്നിയത് കൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. എലി ഗോപാലകൃഷ്ണൻ എന്ന് എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ മാറ്റുന്നത്, ബാക്കിയുള്ളത് വയ്ക്കാം. എഫക്ട്സ് ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻ, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള കാര്യങ്ങളാണ്, റിസൾട്ടാണ് ഉണ്ടായത്. റെസ്പെക്റ്റഡ് സർ, പ്രണാം സെറ്റ് യു, നിങ്ങൾക്ക് എൻ്റെ പ്രണാമം. എത്രയും ബഹുമാനപ്പെട്ട സാറിന് എൻ്റെ വിലപ്പെട്ട സമയം, സാറിൻ്റെ വിലപ്പെട്ട ഈ വാക്കുകൾ വായിച്ചു കളയാൻ ഇടയാകുന്നതിൽ ക്ഷമിക്കണം. എന്നാലും ഇത് അറിയിക്കാതെ, സാറിന് നന്ദി പറയാതെ ഈ വരികൾ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ പുഷ്പങ്ങളായി അർപ്പിക്കാതെ എനിക്ക് ഉറക്കം വരുന്നില്ല. ആ നന്ദി ഞാൻ പറയുന്നു. അനുഗ്രഹങ്ങൾ ഇനിയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്രയ്ക്കും അതിശയം കൊണ്ട് ഞാൻ ഞെട്ടി തരിച്ചിരിക്കുകയാണ് സാർ. പ്രതികരണശേഷി വാർത്തെടുത്ത ഒരു ഹിന്ദു സമൂഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ഒരു സിനിമയിലെ പോലെ നമ്മുടെ പ്രവർത്തകരുടെ യൂട്യൂബ് സ്പീച്ചുകളും മനസ്സിൽ നിർത്താതെ ചലിക്കുന്നു. ഓരോ കമന്റും പോസ്റ്റുകളും കാണുമ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാക്കുകളാണ് അതിൻ്റെയൊക്കെ അടിത്തറ എന്ന് ബോധ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ദോഹയിൽ നിന്നും ഒരു കോട്ടിട്ട ഹിന്ദു, ഇദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല. ഒരു കോട്ടിട്ട ഹിന്ദു റേഡിയോ ജോക്കിയെ പോലെ ഒരു പൊട്ട വീഡിയോ ഇട്ടിരുന്നു. യൂട്യൂബിലായിരിക്കുന്നു തോന്നുന്നു. ഒരു വീഡിയോ ഇട്ടിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആ വീഡിയോ 7 ലക്ഷം പേര് കണ്ടു എന്നൊക്കെ പറഞ്ഞ മാധ്യമങ്ങളും അദ്ദേഹത്തെ വാനോളം പ്രൊമോട്ട് ചെയ്തിരുന്നു. അപ്പോഴേ ഉറപ്പായിരുന്നു ഹിന്ദുക്കളെ അധിക്ഷേപിച്ചു മതേതരത്വം കുത്തിവെച്ച് ഹിന്ദുവിനെ വഴിയാധാരമാക്കാനുള്ള ഇതര മതസ്ഥരുടെ പ്രൊമോഷനായിരിക്കും അത് എന്ന്. പിന്നീട് അന്വേഷിച്ചപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു അവന്റെ വീഡിയോയും എല്ലാം. കേട്ടപാടെ എല്ലാ ഹിന്ദുക്കളും ഉറ്റുനോക്കുന്ന ഏക ആശ്രയം ചിന്തിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകരെയാണ്. ഇതിന്റെ പ്രതികരണം കിട്ടുമോ എന്ന് ഞാനും ഷിജുവിനെ രാത്രി 12:30 മണിക്ക് വിളിച്ച് ചോദിച്ചു. കാരണം അത്രയും ധർമ്മരോഷം എനിക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരുന്നു ഈ അർദ്ധരാത്രിക്ക് ഷിജുവിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചത്. ഷിജു എന്നോട് പറഞ്ഞു, കൊടുക്കാം, പക്ഷേ അതിന് റെലവൻ്റ് ആണെന്ന് തോന്നാത്ത അവസ്ഥയിൽ പ്രതികരണം നമുക്ക് ലഭിക്കുമോ എന്നുറപ്പില്ല. സമയം കിട്ടുമ്പോൾ മാത്രമേ പലപ്പോഴും പല വിഷയത്തെയും കുറിച്ച് സാറ് പ്രതികരിക്കാറുള്ളൂ. ആ രീതിയിൽ വേണം കാര്യങ്ങളെ കാണാൻ. എനിക്ക് ആദ്യം ആയി തന്ന ശകാരത്തിൻ്റെ ശിക്ഷയുടെ ആ അനുഗ്രഹം, സാർ അയച്ച മെയിലിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുഷ്പങ്ങളും എല്ലാം മനസ്സിൽ വെച്ച് സാറ് പഠിപ്പിച്ച സ്വയം പ്രതികരണം, സാർ പ്രതികരിക്കുന്നത് വരെ കാത്തിരിക്കാതെ പ്രതികരിക്കുന്നത് ഗുരുദക്ഷിണ പോലെ എന്ന് മാത്രം കരുതി പ്രതികരിച്ചത് ഹിന്ദു സമൂഹം ഏറ്റെടുത്തത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതൊരു വരിയിൽ എഴുതിയിരിക്കുകയാണ്. ഈ കുട്ടി പണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ ഇമെയിലും എല്ലാം അയക്കുമായിരുന്നു. ഞാനതിന് പ്രതികരിക്കാറുമില്ല, റിപ്ലൈ കൊടുക്കാറുമില്ല. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട്, വികാരത്തിൻ്റെ പുറത്ത് കാര്യങ്ങൾ വിലയിരുത്തല്ലേ, വിചാരത്തിൻ്റെ പുറത്ത് വിലയിരുത്താം. വേണ്ടതിനും വേണ്ടാത്തതിനും പ്രതികരിക്കേണ്ട എന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഒരല്പം ദേഷ്യത്തോടു കൂടി പ്രതികരിച്ചിരുന്നു ഈ കുട്ടിയോട് ഞാൻ.
അതാണ് ഇപ്പൊ പറഞ്ഞതെല്ലാം. സാർ എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നതും എന്നോട് വികാരത്തിന്റെ പുറത്ത് പ്രതികരിക്കരുതെന്ന് പറഞ്ഞതും ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ വ്യക്തി നടത്തിയ ഹിന്ദു ധർമ്മത്തിനെതിരെയുള്ള ആ പ്രസംഗത്തിനെതിരെ പ്രതികരിക്കണമെന്ന് സാറിനെ അറിയിക്കാൻ ഷിജുവിനോട് പറഞ്ഞത് എന്നായിരുന്നു ആ കുട്ടി പറഞ്ഞത്. സാർ ആ പ്രതികരണം, സാറിൻ്റെ പ്രതികരണം അവരിലുണ്ടാക്കിയത് എൻ്റെ പ്രതികരണത്തിൻ്റെ ഒക്കെ 100 ഇരട്ടി, പ്രതീക്ഷയുടെയൊക്കെ 100 ഇരട്ടി ശക്തവും സർഗാത്മകവുമായ പ്രതിഫലനമായിരുന്നു. മറുപടികളായി സൂരജ് എന്ന കൂട്ടിട്ട വിഡ്ഢിക്ക് ഉള്ള അവരുടെ പൊങ്കാല പ്രതിഷ്ഠയും കൂടി ആയി നമ്മൾ കൊടുത്ത മറുപടി. അവർ ഒരു ചെറിയ പുഷ് സ്റ്റാർട്ടിന് കാത്തിരിക്കുന്ന പോലെ ആയിരുന്നു. ഞാനടക്കം ഒരുപാട് പേര്, അവർ എന്നുദ്ദേശിച്ചത് ഹൈന്ദവ ജനത, ആരിൽ നിന്നെങ്കിലും ഒരു നിർദ്ദേശം ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രതികരണത്തെ ഉപയോഗിച്ച് ആ വ്യക്തിക്ക്, സൂരജ് എന്ന വ്യക്തിക്ക് മറുപടി കൊടുത്തത് എന്ന് ഈ കുട്ടി എഴുതുന്നു. സൂരജ് ഹിന്ദു ധർമ്മത്തിനെതിരെ എഴുതിയതിന് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഹിന്ദു സമൂഹത്തിന് അറിഞ്ഞൂടാ. ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തകർ പ്രതികരിച്ചപ്പോൾ ആ പ്രതികരണമെടുത്ത് സൂരജിനെതിരെ പ്രതികരിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ 100 ഇരട്ടിയായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഒരാൾ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് മാർഗനിർദ്ദേശം നൽകാൻ കാത്തിരിക്കുന്നത് പോലെയാണ് ഹൈന്ദവ ജനത കാത്തിരുന്നത്. ഞാനടക്കം ഒരുപാട് പേര് ഒരു കാലത്ത് കാത്തിരുന്നത് പോലെ ആരെങ്കിലും ഒന്ന് ഹിന്ദു ധർമ്മത്തിനെതിരെ പറയുന്നവർക്കെതിരെ പറയാൻ ഒന്ന് തുടങ്ങിയാൽ അത് എത്ര പേർക്ക് പറഞ്ഞു തുടങ്ങാനുള്ള പ്രചോദനമാകും എന്നുള്ളത് തുടങ്ങിവെച്ചത് ഇൻസ്റ്റിറ്റ്യൂട്ടും ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തുടങ്ങാൻ ആദ്യം പ്രചോദനം നൽകിയത് കുറേ അധികം യുവാക്കളും ആയിരുന്നു. ഞങ്ങളുടെ ഭാരതം ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. സാർ അത് വ്യക്തമായി പറയാറുമുണ്ട്. നമ്മുടെ ഭാരതം, നമ്മുടെ ധർമ്മം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നു. നോക്കാൻ കഴിയാത്ത വിധം 100 കണക്കിന് കമന്റുകൾ ഓരോ ഗ്രൂപ്പിലും ഈ സൂരജിന് ഉള്ള മറുപടിയായി ഹിന്ദുക്കൾ പ്രതികരിക്കുന്നത് കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ, രോമാഞ്ചം കൊള്ളുന്ന ശരീരത്തോടെ, അർദ്ധരാത്രി കഴിഞ്ഞ് ഉറങ്ങാൻ പോലും കഴിയാത്ത അത്ഭുതത്തോടെ ഭാരത മാതാവിന് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആരവം കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് സാർ ഞാൻ. ഭാരതത്തിന്, നമ്മുടെ സംസ്കാരത്തിനും എതിരെ ബുദ്ധിജീവിയെ പോലെയും മതേതരവാദിയെ പോലെയും JNUവിലെ വിദ്യാർത്ഥികളെ പോലെയും രാഷ്ട്രത്തിന് എതിരെ പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കുന്നവരെ പോലെയും തീവ്രവാദത്തിനെ മനുഷ്യത്വത്തിന്റെ പേരിൽ എന്ന രീതിയിൽ അതിനെ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്നതിനെക്കുറിച്ചും തീവ്രവാദികൾ കൊന്നൊടുക്കുന്നവർക്ക് എതിരെ പോലും വിരൽ ചൂണ്ടി തീവ്രവാദിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്ന സൂരജിനെ പോലെയുള്ളവർക്ക് എതിരെ കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ അതിലുണ്ടായ പ്രതികരണത്തെക്കുറിച്ചാണ് ഈ കുട്ടി പറയുന്നത്. ആ പ്രതികരണം അതിഗംഭീരമായിരുന്നു. ഒരൊറ്റ വിഭാഗം ജനത വിചാരിച്ചപ്പോൾ ഒരു സമാജം ഉറക്കമുണർന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന ഈ കാഴ്ചയ്ക്ക് നന്ദി ആരോടാണ് പറയേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തില് ഭാരതീയ പൈതൃകത്തെ ആരാധിക്കുന്നവരും ഭാരതത്തെ ആരാധിക്കുന്നവരും നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്നവരും അധികാരം ഏറ്റെടുക്കുന്ന ഒരു കാലം വരികയാണെങ്കിൽ ഈ കേരളത്തിന് ഇനിയും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് ആഗ്രഹിക്കുന്നു. ഏതായാലും ഈ കുട്ടിയുടെ വരി ആത്മാർത്ഥവും അനുനിമിഷം ഈ മഹായജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയും കൂടിയാണ്. എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടായിട്ടും പ്രവർത്തിക്കുന്നു. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്യുക. അതിന് മുമ്പിൽ ആരും ഇല്ല. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. രാഷ്ട്രവും ധർമ്മവും നമ്മൾ വിചാരിച്ചാൽ ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആലോചിച്ച് നോക്കുക. ആ സ്വാമിക്കെതിരെ വന്ന അലിഗേഷൻ
അതിശക്തമായി ഹൈന്ദവ ജനത സോഷ്യൽ മീഡിയയിലൂടെ ഒരേ രീതിയിൽ പ്രവർത്തിച്ചപ്പോ മറുനാടൻ മലയാളി ഉൾപ്പെടെയുള്ള പത്രങ്ങളും ഇവിടുത്തെ പത്രമാധ്യമങ്ങളും എഴുതി ഹൈന്ദവ ജനത ഇതൊന്നും കേട്ട് ഒരു വികാരവും കൊണ്ടില്ല, ആരെയും സംരക്ഷിക്കാൻ വന്നില്ല. മാത്രമല്ല ക്രൈസ്തവ ജനതയും ഇസ്ലാമിക തലത്തിലുള്ള ജനതയും അവരുടെ കൂട്ടത്തിലുള്ളവർ ചെയ്തു കൂട്ടുന്ന ലൈംഗിക വികൃതികൾക്കെതിരെ അവർക്ക് ഒരക്ഷരവും പറയാൻ പറ്റണില്ല. വലിയ വലിയ ബിഷപ്പുമാരുൾപ്പെടെ പറയുന്നവര് അവരൊക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥ. പക്ഷെ നമുക്കത് വേണ്ടി വന്നില്ല. ഹിഡൻ അജണ്ട ഇല്ലാതെ തെറ്റുകളായിട്ട് ഹൈന്ദവ ജനത ഒറ്റ സ്വരത്തിൽ പറയാൻ സോഷ്യൽ മീഡിയ കാരണമായതുകൊണ്ട് കേരള മുഖ്യമന്ത്രിയുടെ വികൃതമായിട്ടുള്ള ചിരി, സ്വാമിയുടെ ലൈംഗികാവയവം മുറിച്ചപ്പോ കേരള മുഖ്യമന്ത്രി ഒന്ന് ചിരിച്ചു. ആ ചിരി ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്കുള്ള ചിരിയായിരുന്നു. പക്ഷെ അതൊന്നും വർക്ക് ചെയ്തില്ല. അതാണ് സത്യം. പ്രണാമം, നമസ്കാരം.